ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കൂടല്ലൂർ സ്പെഷ്യാലിറ്റീസ്, കൂടല്ലൂരിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഒരു താലൂക്കുമാണ് കൂടല്ലൂർ എന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 49,540 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടല്ലൂരിലെ. അതോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ കൂടല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന വളരെ മനോഹാരിത നിറഞ്ഞ പ്രദേശങ്ങളിലൊന്നാണ് കൂടല്ലൂർ. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു. നീലഗിരി എന്ന് പറയുമ്പോൾ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണല്ലോ. അതും മറ്റൊരു പ്രത്യേകതയാണ് കൂടല്ലൂരിൻ്റെ. കൂടല്ലൂരിൽ ഒരു വർഷം ശരാശരി ലഭിക്കുന്ന മഴയെന്ന് പറയുന്നത് 3000 മില്ലിമീറ്റർ മഴയാണ് ഒരു വർഷം ശരാശരി ലഭിക്കുക. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് കൂടല്ലൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് 10 നൂറ്റാണ്ട് മുമ്പെങ്കിലും ഇവിടെ ജനവാസം നിലനിന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ശിലായുഗത്തിന് തെളിവുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ക്രിസ്തുവിന് ശേഷം, അതായത് AD ആ ഒരു നൂറ്റാണ്ടായപ്പോഴേക്കും ഏഴിമല രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഏഴിമല രാജ്യം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു രാജവംശമായിരുന്നു, ഏഴിമല രാജവംശം. അപ്പോൾ ഏഴിമല രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ കോലത്തുതിരി രാജവംശത്തിൻ്റെ ഭാഗമായി. പിന്നീട് അതിനുശേഷം കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗമായി. അങ്ങനെ പഴശ്ശിരാജയൊക്കെ ആ ഒരു രാജവംശത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പോൾ കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗമായി. പിന്നീട് 1877 വരെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു കൂടല്ലൂർ എന്നത്. അതിനുശേഷം മലബാറിലെ കടുത്ത ജനസംഖ്യയും പിന്നെ നീലഗിരി എന്ന ചെറിയൊരു പ്രദേശവും കാരണം നീലഗിരിയിലേക്ക് കൂടല്ലൂരിനെ ചേർക്കുകയായിരുന്നു. ഇത് ഇങ്ങനെയാണ് മലബാർ ജില്ലയിൽ നിന്നും കൂടല്ലൂർ വിട്ടുപോകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. കൂടല്ലൂർ ഊട്ടിയിൽ നിന്നും 49 കിലോമീറ്ററും മസനഗുഡിയിൽ നിന്നും 25 കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും 47 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ തന്നെ കൂടല്ലൂർ എന്ന് പറയുന്ന വേറൊരു സ്ഥലമുണ്ട്. അതായത് കമ്പത്തിനടുത്ത്, തേനി ജില്ലയിലെ കമ്പത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് കൂടല്ലൂർ. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.